അടിസ്ഥാന വികസനം കാത്ത് പുതുക്കാട് KSRTC സ്റ്റാൻഡ് വികസന പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതായി ആക്ഷേപം. പുതുക്കാട് KSRTC സ്റ്റാൻഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച നടത്തുന്ന സന്ദർശനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. മന്ത്രി KB ഗണേഷ് കുമാറുമായി ചർച്ച നടത്തിയ KK രാമചന്ദ്രൻ MLA ആവശ്യപ്രകാരമാണ് KSRTC MD ഉൾപ്പെടെയുള്ളവരുടെ സംഘം എത്തുന്നത്. KSRTC തൃശൂർ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറുടെ കീഴിലുള്ള ഓപ്പറേറ്റിംഗ് സെന്ററാണ് പുതുക്കാട്ടേത്. അളഗപ്പ നഗർ, പുതുക്കാട് പഞ്ചായത്തുകളിലെ 4 ഏക്കർ വരുന്ന സ്ഥലത്താണ് KSRTC പുതുക്കാട് ഡെപ്പോ പ്രവർത്തിക്കുന്നത്. ഇതിൽ 3 ഏക്കറോളം വരുന്ന സ്ഥലം ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടപ്പാണ്. KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്ററും വർക്ക്ഷോപ്പും 1 ഏക്കർ വരുന്ന സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലം പ്രയോജനപ്പെടുത്തി സ്റ്റാൻഡ് വിപുലീകരിക്കണമെന്നതും അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കണമെന്നതും കാലങ്ങളായുള്ള ആവശ്യമാണ്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതുക്കാട് സ്റ്റാൻഡ് KSRTCയുടെ ഹബ്ബാക്കി മാറ്റുമെന്ന് നേരത്തെ പ്രഖ്യാപനമുണ്ടായിരുന്നു. സ്റ്റാൻഡിന് അനുബന്ധമായി ഷോപ്പിംഗ് കോംപ്ലക്സ്, ഭക്ഷണശാല, വിശ്രമമുറി എന്നിവയും ഉൾപ്പെടുത്തിയായിരുന്നു പദ്ധതി. പാലക്കാട്, കോയമ്പത്തൂർ, ബാംഗ്ലൂരു സർവീസുകൾക്ക് തൃശൂർ ടൗണിൽ പ്രവേശിക്കാതെ സർവീസ് നടത്താൻ പുതുക്കാട് ഹബ്ബ് പ്രയോജനപ്പെടുത്താനാകും. നിലവിൽ എറണാകുളം കോയമ്പത്തൂർ, പത്തനാപുരം കോയമ്പത്തൂർ, പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസുകൾ തൃശൂർ സ്റ്റാൻഡിലേക്ക് പോകാതെയാണ് ദേശീയപാതയിലൂടെ കടന്നുപോകുന്നത്. സൂപ്പർഫാസ്റ്റ് സർവീസ് ഇല്ലാത്ത പുതുക്കാട് സ്റ്റാൻഡിന് അടിയന്തരമായി അനുവദിക്കേണ്ടത് ദീർഘദൂര സർവീസുകളാണ്. യാത്രക്കാർക്ക് ഇരിപ്പിടങ്ങളും വിശ്രമത്തിനുള്ള സൗകര്യവും ഇവിടെ അപര്യാപ്തമാണ്. ദേശീയപാതയിൽ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പുതുക്കാട് സ്റ്റാൻഡിൽ ഭക്ഷണ സൗകര്യമോ ക്യാൻറ്റീൻ സൗകര്യമോ ഒരുക്കണമെന്ന ആവശ്യവും യാത്രക്കാർക്കുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്.